ഗൈസ്, രാവിലെ എണീറ്റ് പുട്ടും കടലൊക്കെ കഴിച്ചിട്ട് വന്നപ്പോ ദേ ബർത്ത്ഡേ പോയി നിദ്രയിലാണ്ട് കിടക്കുന്നു. ഇന്നത്തേക്കുള്ള മന്തിക്കുള്ള ചിക്കൻ മസാല ഒക്കെ തേച്ച് റെഡിയാക്കി. ബർത്ത്ഡേ പോയി മണ്ടയ്ക്ക് കുറച്ച് വെള്ളം കോരി എണീപ്പിച്ചിട്ട് ഡ്രസ്സ് എടുക്കാനായിട്ട് ഒരു കടയ്ക്ക് ഡ്രസ്സൊക്കെ എടുത്തു. ബ്ലൈൻഡ് ലുക്ക് ആണെങ്കിലും സ്വല്പം മെയിൻ ആയിട്ട് നിൽക്കണം. ബർത്ത്ഡേ പോയി കുറച്ച് കഴിഞ്ഞപ്പോ കോളേജിലെ ടീംസ് എല്ലാം കൂടെ കേക്കൊക്കെ ആയിട്ട് വന്നു. അങ്ങനെ കേക്ക് കട്ടയിലോട്ട് കടന്നു. പിള്ളേരാണെങ്കിൽ അവന്റെ ബ്ലൈൻഡ് ലുക്ക് കണ്ടിട്ട് ചിരി തന്നെ. പിന്നീട് ഞങ്ങളെല്ലാരും കൂടെ മന്തിയൊക്കെ കഴിച്ചിട്ട് നേരെ അരുവിക്കര ഡാമിലോട്ട് വിട്ടു. കുറച്ചേരം ഡാമിന്റെ ഫ്രണ്ടിൽ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ഞങ്ങൾ അവിടെ നിന്ന് നേരെ പാർക്കിലോട്ട് പോയി. മാമന്മാരെല്ലാം കൂടെ ആട്ടി ഓടിച്ചിടുമെന്നാണ് തോന്നണം. കൂടെ ഉള്ള സാധനങ്ങളെല്ലാം ഇറക്കി വിട്ടിട്ട് ഒരു കടയിൽ കയറി ചായയും കടിയും കഴിച്ചു. വീട്ടിലെത്തിയപ്പോ എന്തേ പഴംപൊരിയും ചിക്കൻ മന്തി എനിക്ക് വയ്യുന്നു. ഫുഡ് തന്നെ. നൈറ്റ് 12 മണി കഴിഞ്ഞപ്പോ സിറ്റി കറങ്ങാനായിട്ട് ഇറങ്ങി. നമുക്കിനി മുക്കോലേന്ന് മണിയനെ പൊക്കണം. അച്ചു പിന്നെ ഒരു വെറൈറ്റി സാധനത്തിന് പിക്ക് ചെയ്യാൻ പോയിക്കണം. ആരെന്നൊക്കെ വഴിയെ പറയാം. മനവിയും വീതി പാസ് ചെയ്തിട്ട് ഞങ്ങൾ ഒരു ചായക്കടയിൽ കയറി 4 ചായ അങ്ങ് അടിച്ച്. ഈ നൈറ്റ് ഇറങ്ങി സിറ്റിയിൽ കറങ്ങാൻ പോണേ, വൈകിട്ട് ചായ കുടിക്കാൻ പോണൊക്കെ വേറെ വൈബ് തന്നെ. ഇതാണ് മുട്ടത്തൈലം കാക്ക. ഇൻസ്റ്റയിൽ ഒരു ട്രെൻഡിങ് ആയ പാട്ട് കേട്ട് ഒരു കിളി പോയ സാധനം. അവിടെ നിന്ന് പിന്നെ ഞങ്ങൾ നേരെ പോയത് ശംഖുമുഖം ബീച്ചിലോട്ടാണ്. മുട്ടത്തൈലം കാക്ക കുറച്ചു നേരമായിട്ട് ചില്ലിങ് ആണ്. എന്നിട്ട് അവിടെ നിന്ന് നേരെ വെട്ടുകാട് ചർച്ചിലോട്ട് പോയി. എന്തിനാണെന്ന് അറിഞ്ഞൂടെ, എന്നാലും ഒരു സുഖം. ഇത്രയും നേരത്തെ പൊളപ്പിന് ശേഷം മുട്ടത്തേലും കാക്ക സ്ലീപ്പിംഗ് മോഡ് ഓൺ ആക്കി. വീട്ടിലോട്ട് പോണ വഴിക്ക് ഒരു കടയിൽ കയറി നല്ല ചൂട് ഓംപ്ലേറ്റും ദോശയും കഴിച്ച് വീട്ടിലെത്തിയിട്ട് ആരെ എണീപ്പിക്കാതെ പമ്മി വീട്ടിന്റെ അകത്തോട്ട് കയറി. അപ്പൊ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ശരിയെന്നാ.